വിവരാവകാശ കമ്മീഷൻ, ദാറ്റ് ഈസ് റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ. ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ എന്നും വിശേഷിപ്പിക്കുന്ന രാജ്യത്തിന്റെ നിയമമാകുന്നു വിവരാവകാശ നിയമം. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനഫലമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനുള്ള അവസരം ഇന്ത്യയിൽ നടപ്പിൽ വന്നത് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിലൂടെയാണ്. രാജസ്ഥാനിലെ സോഷ്യൽ റീഫോമർ ആയിരുന്ന അരുണ റോയിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഇന്ത്യയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നടപ്പിൽ വന്നത്. രാജ്യത്തിലെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഈ RTI ആക്ടിലൂടെ നടപ്പാക്കുന്നു. അഴിമതി നിയന്ത്രണവും സുതാര്യതയുമാണ് RTI ഉറപ്പു നൽകുന്നത്. RTI ആക്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവച്ചത് 2005 ജൂൺ 15-നാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12-നാകുന്നു. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാകുന്നു. ഈ നിയമം നടപ്പിലാക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗുമായിരുന്നു. വിവരാവകാശ നിയമം നടപ്പിൽ വരുത്തുന്ന 55ാമത് രാജ്യമാകുന്നു ഇന്ത്യ. ആദ്യമായി ഈ നിയമം നടപ്പാക്കുന്ന രാജ്യം സ്വീഡൻ ആകുന്നു. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് 2002 നിലവിൽ വന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആകുന്നു. വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാകുന്നു. വർഷം 1997. വിവരാവകാശ നിയമം 2005 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ശേഷം ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാകുന്നു രാജസ്ഥാൻ. വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ആസ്ഥാനം ഡൽഹിയിലെ CIC ഭവൻ ആകുന്നു. വിവരാവകാശ കമ്മീഷന്റെ മുമ്പത്തെ ആസ്ഥാനം ഡൽഹിയിലെ ഓഗസ്റ്റ് ക്രാന്തി ഭവനാകുന്നു. ദേശീയ വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11 ആകുന്നു. അതിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാർ ഉൾപ്പെടെ 11 പേരാകുന്നു ഉള്ളത്. ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. ഈ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 65 വയസ്സുവരെയോ അല്ലെങ്കിൽ 3 വർഷം തികയുന്നതുവരെയോ ആയിരിക്കും. വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാകുന്നു. അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിന്ന് 20 വർഷം മുമ്പ് വരെയുള്ള ഇൻഫർമേഷൻസ് ആണ് വിവരാവകാശ നിയമത്തിലൂടെ അറിയുവാൻ കഴിയുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-നാകുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാർ ഉൾപ്പെടെ ആകെ 11 അംഗങ്ങളാകുന്നു ഉള്ളത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും ഉണ്ടായിരിക്കും. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണർ ആയിരിക്കും. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാകുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. അനദർ ഫാക്ട് ഈസ്, ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്നു വജാഹത്ത് ഹബീബുള്ള. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്നു പാലാട്ട് മോഹൻദാസ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്നു പാലാട്ട് മോഹൻദാസ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് വിവരാവകാശ നിയമത്തിലൂടെ ലഭ്യമാകുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതി വിവരക്കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല.